ഇന്ന് നമുക്ക് വിഷ്ണു വിശാൽ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഒരു സൈക്കോ ത്രില്ലർ മൂവിയായിട്ടുള്ള ആര്യന്റെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ലൈവ് ടെലികാസ്റ്റിംഗ് നടക്കുന്ന ഒരു TV ചാനലിലേക്ക് എത്തുന്ന സൈക്കോ കില്ലർ ആയിട്ടുള്ള അഴകൻ അവിടെ എത്തി തന്റെ തലയിൽ തന്നെ തോക്കുചൂണ്ടി വെച്ചിട്ട് ഒരു കാര്യം പറയുന്നു: ഞാൻ ഇന്ന് മരണപ്പെടും. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞ് 5 ദിവസത്തിനുള്ളിൽ ഓരോ കൊലപാതകങ്ങൾ നടക്കും. പക്ഷേ ഓരോരുത്തർ മരിക്കുന്നതിന് മുൻപ് 1 മണിക്കൂർ മുൻപ് തന്നെ ഞാൻ അവരുടെ പേര് അനൗൺസ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവരെ രക്ഷിക്ക് എന്ന് പറഞ്ഞിട്ടാണ് വെടിവെച്ച് അഴകൻ മരണപ്പെടുന്നതും. അഴകൻ മരണപ്പെട്ട് അടുത്ത ദിവസം മുതൽ തന്നെ ഓരോരുത്തരുടെയും പേര് അനൗൺസ് ചെയ്യുന്നു. പബ്ലിക്കായി വെച്ചിരിക്കുന്ന TV-യിലെല്ലാം അഴകന്റെ വീഡിയോ വരികയും അതിലൂടെയാണ് ഓരോരുത്തരുടെയും പേര് അനൗൺസ് ചെയ്യപ്പെടുന്നതും. അങ്ങനെ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കഥാനായകനായ നമ്പി എത്തുന്നു. അവസാനം നമ്പിക്ക് ഈ ഒരു കേസ് തെളിയിക്കാനായോ? എന്തുകൊണ്ടായിരിക്കാം ഓരോരുത്തരെയും ഇങ്ങനെ കൊല ചെയ്യുന്നത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ അഴകൻ എന്നൊരാളിനെയാണ് കാണിക്കുന്നത്. അഴകൻ തന്റെ വീട്ടിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രഷ് ആയിട്ട് വീടും പൂട്ടി താക്കോലും ദൂരേക്ക് എറിഞ്ഞിട്ട് എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് കാണിക്കുന്നത് TRP റേറ്റിംഗിലേക്ക് മുന്നിലുള്ള ഒരു ചാനലിനെയാണ്. ആ ചാനലില് ഫേമസ് ആയിട്ടുള്ള ഒരു യങ് സൂപ്പർ സ്റ്റാർ നടന്റെ പേര് കൈലാസിനെ ഇന്റർവ്യൂ ചെയ്യണമെന്നും ആ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന നാന എന്ന പെൺകുട്ടിയോട് പറയുന്നു. പക്ഷേ നാനയ്ക്ക് കൈലാസിന്റെ പേര് കേട്ടതും തനിക്ക് അവനെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല, അവൻ വെറും ഒരു ഫ്രോഡാണ് എന്നുള്ള രീതിയിലാണ് നാന പറയുന്നതും. അവസാനം ഡയറക്ടർ ആണെങ്കിലോ അവളെ ഒരുപാട് നിർബന്ധിച്ച് ചാനലിന്റെ TRP റേറ്റ് ഇവനെ ഇന്റർവ്യൂ ചെയ്യൽ കൂടുമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നാന കൈലാസിനെ ഇന്റർവ്യൂ ചെയ്യുവാനേയും തയ്യാറാകുന്നു. അങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്ന സമയം കൈലാസും അവിടേക്ക് വരുന്നുണ്ട്. കൈലാസിനോട് നാന ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ വളരെ അഹങ്കാരത്തോടു കൂടിയാണ് കൈലാസ് അതിനെല്ലാം ഉത്തരം നൽകുന്നതും. അതേ സമയം തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് അഴകൻ വരുന്നു. അഴകന്റെ കയ്യിൽ ഒരു തോക്കും ഇരിപ്പുണ്ട്. അഴകനാണെങ്കിലോ കൈലാസിന്റെ മുട്ടിന് താഴ്പോട്ടേക്ക് വെടിവെക്കും. അഴകൻ സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോൾ തന്നെ സ്റ്റുഡിയോ മുഴുവൻ ലോക്ക് ചെയ്തിട്ടാണ് വന്നതും. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ആർക്കും പുറത്തേക്ക് കടക്കുവാനേ കഴിയത്തില്ല. മാത്രവുമല്ല കൈലാസിനെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി അഴകൻ പറയും: ഇപ്പോൾ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യണം. എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ എല്ലാവരും കേൾക്കണമെന്നാണ് അഴകൻ പറയുന്നതും. അഴകൻ കൈലാസിനെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ട്, അല്ല നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ അയാളെ ഉപദ്രവിക്കുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ നാന ചോദിക്കുന്നു. അപ്പോൾ അഴകൻ താൻ ആരാണെന്ന് പറയും. ഈ അഴകൻ ഒരു ജേർണലിസ്റ്റും എഴുത്തുകാരനും ഒക്കെയായിരുന്നു. ഓരോ തവണയും അഴകൻ കഷ്ടപ്പെട്ട് ഓരോ സ്റ്റോറി കണ്ടെത്തി എഴുതിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് അത് റിജക്റ്റ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ പല തവണയായിട്ട് അത് റിജക്റ്റ് ചെയ്തു. ഇത്രയും വർഷം അത് തന്നെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ താനൊരു ഫെയിലിയർ ആണെന്നും അഴകൻ പറയും. എന്നാൽ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ചിന്തിക്കുന്നത്, അതിനിപ്പോൾ എന്താ, ഇവിടെ അതിനു വേണ്ടിയിട്ട് എന്താ സംഭവിച്ചത് എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അഴകൻ പറയുന്നത്, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ 10 മിനിറ്റിനകം നാരായണൻ എന്നൊരാൾ കൊല്ലപ്പെടുമെന്നും അഴകൻ പറയുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്നവരോട് ഇതിലാരാ നാരായണൻ എന്നൊക്കെ തിരക്കുന്നുണ്ട്. പക്ഷെ ആർക്കും തന്നെ അറിയത്തേയില്ല. അതേ സമയം തന്നെയായിരുന്നു അഴകൻ തന്റെ തലയിലേക്ക് തോക്ക് ചൂണ്ടുന്നതും. കാരണം ഈ നാരായണൻ അഴകൻ തന്നെയാണ്. നാരായണൻ എന്ന പേര് മറച്ചു വെച്ചിട്ട് അഴകൻ എന്ന പേരിലാണ് അയാൾ ജീവിക്കുന്നതും. അല്ല, അതിന് നിങ്ങൾ എന്തിനാ മരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാ കാരണം. പക്ഷെ ഒരു കാര്യം കൂടി പറയാം, ഞാനിപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞ് 5 ദിവസത്തിനകം ചെന്നൈയിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കും. പക്ഷെ ഓരോരുത്തരും കൊല ചെയ്യുന്നതിന് 1 മണിക്കൂർ മുൻപ് ആരാണോ കൊല ചെയ്യപ്പെടുന്നത് അവരുടെ പേര് പറയും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആളിനെ രക്ഷിക്കാൻ നോക്ക് എന്നൊരു വെല്ലുവിളി നടത്തിയതിനു ശേഷം അഴകനാണെങ്കിലോ ഷൂട്ട് ചെയ്ത് മരണപ്പെടുന്നു. സ്റ്റുഡിയോയിലുണ്ടായിരുന്ന എല്ലാവരും ഷോക്കായി പോകുന്നു. വിവരമറിഞ്ഞ് പോലീസുകാരൊക്കെ എത്തുന്നുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ വേണമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സജസ്റ്റ് ചെയ്തത് നമ്പി എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ്. ഈ നമ്പിയാണ് നമ്മുടെ കഥാനായകൻ. ഇപ്പോൾ കഥാനായകനായ നമ്പിയുള്ളത് കൊടൈക്കനാലിലാണ്. കൊടൈക്കനാലിലെ ആർക്കും തന്നെ തെളിയിക്കാൻ കഴിയാതെ പോയ ഒരു സൈക്കോ കേസ് തെളിയിച്ചത് നമ്പിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ച് തെളിയിക്കുവാൻ വേണ്ടിയിട്ടും നമ്പി അവർ സജസ്റ്റ് ചെയ്തതും. അങ്ങനെ നമ്പി എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് കേസ് അന്വേഷിക്കുവാനായും എത്തുന്നു. നമ്പി എത്തി തന്റെ രീതിയിൽ അന്വേഷണവും ആരംഭിക്കുന്നു. നമ്പിക്കൊരു ഫോൺ കോൾ വരും. നമ്പിയുടെ വൈഫായിരുന്നു. ഇവർ രണ്ടുപേരും ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുകയാണ്.
കാരണം എന്തെന്നാൽ നമ്പിക്ക് വിവാഹ ജീവിതത്തെക്കാളും ഭാര്യയെക്കാളും വലുത് ഡ്യൂട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ കാര്യങ്ങളൊന്നും നമ്പി അങ്ങനെ ശ്രദ്ധിക്കാറേയില്ല. അത് കാരണം ഇവർക്കിടയിൽ ഓരോ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. പക്ഷെ നമ്പിക്ക് എങ്ങനെയെങ്കിലും ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി ഒത്തു പോകണമെന്നാണ് ആഗ്രഹം. ഭാര്യയ്ക്ക് അതിനൊട്ടും താല്പര്യമേയില്ല. അങ്ങനെ അഴകൻ മരിച്ച് രണ്ടാമത്തെ ദിവസം അഴകൻ ഒരു കാര്യം പറഞ്ഞിട്ടാണല്ലോ മരണപ്പെട്ടത്. അഴകന്റെ മരണം നടന്ന് 5 ദിവസത്തിനകം കൊലപാതകങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞതുപോലെ രണ്ടാമത്തെ ദിവസം സിറ്റിയിലൊക്കെ ഒരു TV സ്ഥാപിച്ചിരിക്കില്ലേ, ആ TVയിൽ പെട്ടെന്ന് തന്നെ അഴകൻ പ്രത്യക്ഷപ്പെടും. അഴകൻ പറയുന്നത്, മരിച്ചു പോയിട്ട് ഇന്നേക്ക് 2-ാം ദിവസം. ഞാൻ എങ്ങനെ ഇതിൽ വന്നുവെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 5 ദിവസത്തിനകം കൊലപാതകങ്ങൾ നടക്കുമെന്ന്. ഇന്നൊരാൾ മരിക്കുവാൻ പോവുകയാ. അയാളുടെ പേര് അശോക്. കഴിയുമെങ്കിൽ 1 മണിക്കൂറിനകം അയാളെ രക്ഷിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ആ ഒരു TV ഓഫാകുന്നു. അതോടുകൂടി പോലീസുകാരാണെങ്കിലോ ആരാണ് ഈ അശോക് എന്നന്വേഷിച്ച് പരക്കം പായുവാനേയും തുടങ്ങി. പക്ഷേ പോലീസിന് ആരെയും തന്നെ കണ്ടെത്തുവാനേയും കഴിഞ്ഞില്ല. 1 മണിക്കൂറല്ലേ ആകെ സമയമുള്ളൂ. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ATMൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ഒരാളെയാണ്. അയാൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിയിൽ വെച്ച് ഒരു ബൂത്തിൽ കയറിയിട്ട് ആരെയോ വിളിക്കുന്നു. വിളിക്കുന്ന സമയത്ത് ഒരുപാട് ബെല്ലടിച്ചിട്ട് അവസാനം ഒരു കുട്ടി വന്ന് കോൾ എടുക്കും. മോനെ, ഞാനാ മുത്തശ്ശൻ എന്ന് പറയുന്ന സമയം തന്നെയായിരുന്നു അയാൾ നിൽക്കുന്ന ആ ഒരു ബൂത്ത് ബ്ലാസ്റ്റ് ആകുന്നതും. സത്യത്തിൽ ആ ആളായിരുന്നു അശോക്. സംഭവ സ്ഥലത്തെത്തിയ പോലീസിന് അഴകൻ പറഞ്ഞതെല്ലാം ശരിയാണെന്നും അയാൾ പറഞ്ഞതുപോലെ അശോക് എന്നൊരാൾ മരണപ്പെട്ടു, അതുകൊണ്ട് ഇനി കെയർഫുള്ളായി ഇരിക്കണമെന്നും പോലീസിന് മനസ്സിലായി. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അവർ അന്വേഷിക്കുന്ന സമയത്ത് അശോക് മരിക്കുന്നതിന് കുറെ നാളുകൾക്ക് മുൻപ് തന്നെ അശോകിന് വേണ്ടിയിട്ട് ആ ബൂത്തിനുള്ളിൽ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അശോക് വന്ന് ആരുടെ നമ്പർ ഡയൽ ചെയ്താലും അവിടെ ബ്ലാസ്റ്റ് സംഭവിക്കണം എന്നുള്ള രീതിയിൽ ബ്ലാസ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള വെടിമരുന്നെല്ലാം ബൂത്തിനുള്ളിൽ നിറച്ചിരുന്നു. അതൊക്കെ പോലീസ് കണ്ടെത്തുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ഹാർബറിലുള്ള കള്ളക്കടത്തും ഡ്രഗ്സ് ഡീലിംഗും ഒക്കെ നടത്തുന്ന കണ്ണൻ എന്നൊരാളിനെ കാണിക്കുന്നു. ഈ കണ്ണനാണ് യഥാർത്ഥത്തിൽ അഴകന് വെടിമരുന്നും കാര്യങ്ങളും ഒക്കെ സപ്ലൈ ചെയ്തതും. അതുകൊണ്ട് തന്നെ ഇനി നാട്ടിലേക്ക് പോയാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച കണ്ണനാണെങ്കിലോ കടലിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഇതിനിടയിൽ വെച്ചൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ അഴകനാണെങ്കിൽ സിറ്റിയിൽ വെച്ചിട്ടുള്ള TVയിൽ വന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതായി കാണിച്ചില്ലേ, ആ സമയം അതെല്ലാം ഒരു പയ്യൻ കാണുന്നുണ്ടായിരുന്നു. അഴകനെ കണ്ടതും ആ പയ്യൻ വല്ലാതെ ടെൻഷൻ ആവുകയും അവൻ അവന്റെ സാധനങ്ങളൊക്കെ വാരികെട്ടി വിദേശത്തേക്ക് പോവുകയുമാണ് ചെയ്തത്. ഈ പയ്യൻ ആരാണെന്ന് പോകെ പോകെ മനസ്സിലാകും. പോലീസ് ഈ ഒരു കേസെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് 3-ാം ദിവസം TV ചാനലിൽ ഒരു ഷോ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അഴകന്റെ വീഡിയോ പ്രത്യക്ഷപ്പെടുന്നു. അഴകൻ പറയുന്നത്, ഇന്ന് കൊല്ലപ്പെടാൻ പോകുന്നത് ദൃശ്യ എന്ന പെൺകുട്ടി. പറ്റുമെങ്കിൽ 1 മണിക്കൂറിനകം അവളെ രക്ഷിക്കെന്നും പറയുന്നു. അങ്ങനെ ജനങ്ങളെല്ലാവരും ചാനലിലൂടെ ആ ഒരു വാർത്ത അറിയുകയാണ്. എല്ലാവരും വല്ലാതെ പാനിക് ആകുവാനായും തുടങ്ങി. അത് കാണുന്ന നാനയ്ക്കും വല്ലാതെ ടെൻഷനാകുന്നു. അങ്ങനെ പോലീസുകാരാണെങ്കിലോ ദൃശ്യ എന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു ഷോയൊക്കെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടി അഴകന്റെ വീഡിയോ വരുന്നു. സിറ്റിയിലുള്ള TVയിൽ അഴകന്റെ വീഡിയോ വരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അഴകനെ ആരോ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളും ഹാക്ക് ചെയ്ത് വെച്ചിട്ടാണ് അഴകന്റെ വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായി. മറ്റൊരു വശത്ത് നാനയ്ക്ക് വല്ലാത്ത ടെൻഷനാണല്ലോ. അതുകൊണ്ട് തന്നെ നാനയാണെങ്കിൽ ഉടനെ തന്നെ നമ്പിയെ കാണുവാനായും എത്തി. നമ്പിയോട് അവൾ പറയുന്നത്, ഈ അഴകനാണെങ്കിൽ ഒരുപാട് ബുക്സ് ഒക്കെ എഴുതിയിരുന്നു. ഇതൊക്കെ ആ ബുക്സ്, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്ക്, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ എന്ന് പറയും. അങ്ങനെ നമ്പി ആ ബുക്ക് മുഴുവൻ വായിച്ച് പരിശോധിച്ച് നോക്കിയിട്ടും ഒന്നും തന്നെ കാര്യമായി കിട്ടുന്നില്ല. ഇതെല്ലാം സൈക്കോ കില്ലർമാരെ കുറിച്ചാ, അല്ലാതെ ഈ കേസിനെ സംബന്ധിച്ച ഒന്നും തന്നെ കിട്ടിയില്ല എന്നുള്ള കാര്യമാണ് നമ്പി പറയുന്നതും. മറ്റൊരു വശത്ത് അഴകൻ പറഞ്ഞ രണ്ടാമത്തെ ആളായ ദൃശ്യ കാണിക്കുന്നു. ദൃശ്യ ഒരു ഭരതനാട്യം ഡാൻസറാണ്. സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ദൃശ്യയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വന്ന് അവൾ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. സംഭവ സ്ഥലത്തേക്ക് പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തുന്നുണ്ട്. അന്വേഷിച്ച് നോക്കുന്ന സമയത്താണ് ദൃശ്യ യൂസ് ചെയ്തിരുന്ന ലിപ്സ്റ്റിക്കിൽ വളരെ മാരകമായിട്ടുള്ള പോയിസൺ കലർന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവൾ കൊല ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യവും മനസ്സിലായി. ദൃശ്യയുടെ മരണത്തോടുകൂടി നമ്പിക്ക് വല്ലാതെ പ്രഷർ വരുവാനായും തുടങ്ങി. നീയല്ലേ കേസൊക്കെ വളരെ പെട്ടെന്ന് തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ആളും കൊല ചെയ്യപ്പെട്ടു.
മൂന്നാമത്തെ ആൾ കൂടി മരണപ്പെടുന്നതിന് മുൻപ് ഇതെങ്ങനെയെങ്കിലും തെളിയിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒരുപാട് വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടുകൂടി നമ്പിക്ക് വല്ലാത്ത ടെൻഷനായി. അങ്ങനെ നമ്പിയാണെങ്കിൽ ഇതുവരെ മരണപ്പെട്ട രണ്ടുപേരുടെയും ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണ്. അതിൽ അശോക് എന്ന ആളിനെ കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് ഈ അശോക് ഒരു എക്സ് മിലിറ്ററി ഓഫീസർ ആയിരുന്നു. യുദ്ധം ചെയ്യുന്ന സമയത്ത് ബോംബ് വീണ് ബ്ലാസ്റ്റായി അശോകിന്റെ കാല് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെയൊക്കെയോ നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിച്ചു പോവുകയായിരുന്നു. കാലം നഷ്ടമായതോടുകൂടി അശോക് ആണെങ്കിലോ വീട്ടുകാർക്കും വല്ലാത്തൊരു ബാധ്യതയായി തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അശോക് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ATM-ൽ സെക്യൂരിറ്റിയായി ജോലിക്കും കയറി. അങ്ങനെ നാടിനു വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്ത ആളായിരുന്നു ഈ അശോക്. എന്നാൽ അശോകും കൊല ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ ആളായിട്ടുള്ള ദൃശ്യ ഒരു മുസ്ലിം കുടുംബത്തിൽ ചേർന്ന പെൺകുട്ടിയായിരുന്നു. പക്ഷേ അവൾക്ക് ഭരതനാട്യം പഠിക്കണമെന്നൊക്കെ വല്ലാത്ത ആഗ്രഹം. അവളുടെ ഫാമിലി അതിനെ നന്നായിട്ട് എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഫാമിലിയെ ഉപേക്ഷിച്ച ആ ഒരു പെൺകുട്ടി ഭരതനാട്യത്തിന് വേണ്ടി തന്നെ അവൾ ജീവിക്കുവാനായും തുടങ്ങി. അവളുടെ സ്വപ്നം എന്താണോ അത് നേടുവാനായിട്ടും അവൾ ആഗ്രഹിച്ചു. മാത്രവുമല്ല, ഇതുപോലെ ഡാൻസ് ഒന്നും പഠിക്കുവാൻ കഴിയാതിരുന്ന പാവപ്പെട്ട ഒരുപാട് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അവൾ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അവളും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവളും കൊല ചെയ്യപ്പെട്ടു. ഇതുവരെ മരിച്ച രണ്ടുപേരും നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്ത ആളാണെന്നുള്ള കാര്യവും നമ്പിക്ക് മനസ്സിലായി. എന്നാൽ മറ്റൊരു വശത്ത് അഴകൻ മരിച്ചിട്ട് നാലാമത്തെ ദിവസമായപ്പോഴേക്കും നേരത്തെ നടന്നതുപോലെ തന്നെ ചാനലിൽ ഒരു ഷോ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടി അഴകന്റെ വീഡിയോ പ്രത്യക്ഷമാകുന്നു. അഴകൻ പറയുന്നത്, ഇന്ന് നാലാമത്തെ ദിവസം, അടുത്ത കൊല ചെയ്യാൻ പോകുന്ന ആളിന്റെ പേര് യുവരാജ്, കഴിയുമെങ്കിൽ 1 മണിക്കൂറിനകം രക്ഷിക്ക് എന്ന് വെല്ലുവിളിച്ചിട്ടാണ് ആ വീഡിയോ ക്ലോസ് ആകുന്നതും. അങ്ങനെ നമ്പിയും ഗ്യാങ്ങും യുവരാജിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയാണ്. പക്ഷേ യുവരാജിനെ കുറിച്ച് വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ യുവരാജിനെ കുറിച്ച് അന്വേഷിക്കുന്നതിൽ നമ്പിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നു. മറ്റൊരു വശത്ത് യുവരാജിനെ കാണിക്കുകയാണ്. ഈ യുവരാജ് ചെയ്യുന്നത് എന്തെന്നാൽ ഈ കടലിൽ നടക്കുന്ന ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കുക. അതിനു വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളാണ് ഈ യുവരാജ്. സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരാൾ. അങ്ങനെ യുവരാജും കൂട്ടുകാരനും കൂടി കടലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ യുവരാജ് കൊണ്ടുപോകാൻ വെച്ചിരുന്ന ആ ഒരു സിലിണ്ടറിനുള്ളിൽ വിഷവാതകം കൂടി നിറച്ചിരുന്നു. യുവരാജ് അത് ശ്വസിക്കുന്ന സമയത്ത് കടലിനടിയിൽ വെച്ച് തന്നെ യുവരാജ് മരണപ്പെട്ടു പോവുകയാണ്. അതോടുകൂടി സംഭവ സ്ഥലത്തേക്ക് എത്തിയ പോലീസുകാർക്ക് വീണ്ടും പ്രഷർ കൂടുന്നു. നമ്പിക്കാണെങ്കിൽ ആകെ വട്ടെടുക്കുകയാണ്. കേസൊന്നും തനിക്ക് തെളിയിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് നമ്പിക്ക് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാകുന്നു. വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയായി. അതേസമയം തന്നെ 5-മത്തെ ദിവസവും എത്തി. അടുത്തതായി കൊല ചെയ്യാൻ പോകുന്നത് ആയിഷ എന്ന സ്ത്രീയാണെന്നും അനൗൺസ്മെന്റും വന്നു കഴിഞ്ഞു. അതോടുകൂടി ആയിഷയെ കണ്ടെത്തണമെന്നുമുള്ള വാശിയായി നമ്പിക്ക്. അവസാനം ആയിഷയെ കണ്ടെത്തുകയാണ്. സത്യത്തിലെ ഈ ആയിഷ ആരെന്നാൽ ഒരു നഴ്സായിരുന്നു. ആയിഷയുടെ ഹസ്ബൻഡും നഴ്സായിരുന്നു. കൊറോണ വന്ന് ആയിഷയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. ആയിഷയും ഹസ്ബൻഡും പ്രണയിച്ച് വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ വീട്ടുകാരൊന്നും വലിയ സപ്പോർട്ടൊന്നുമില്ല. എന്നാൽ അവർ താമസിച്ചിരുന്ന നാട്ടിലുള്ള എല്ലാവരും ചേർന്ന് ആയിഷയുടെ ഹസ്ബൻഡ് കൊറോണ വന്ന് മരിച്ചത് കൊണ്ട് തന്നെ ആയിഷയെ നാട്ടിൽ നിന്നും അടിച്ചോടിക്കുകയാണ് ചെയ്തതും. അതോടുകൂടി ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് ആയിഷ നയിക്കുന്നതും. എന്നാൽ ഇപ്പോൾ ആയിഷയെ കൊല്ലുമെന്നാണല്ലോ അഴകൻ പറഞ്ഞിരിക്കുന്നതും. അങ്ങനെ ആയിഷയെ കണ്ടെത്തുകയാണ് നമ്പി. ആയിഷയുടെ വീട്ടിലേക്ക് പോകുന്ന സമയം ആയിഷ തന്റെ ഹസ്ബൻഡ് മരിച്ചത് കൊണ്ട് തന്നെ ഹസ്ബൻഡിന്റെ കല്ലറയിലേക്ക് മെഴുകുതിരി കത്തിക്കുവാൻ പോകുവാനായി ഇറങ്ങുകയായിരുന്നു. നമ്പി എത്തി വീട് മുഴുവൻ പരിശോധിക്കും. ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് നമ്പിയും ആയിഷയുടെ കൂടെ പോകുന്നു. അങ്ങനെ ആയിഷയാണെങ്കിൽ ഹസ്ബൻഡിന്റെ ശവക്കല്ലറയ്ക്ക് മുന്നിലെത്തിയിട്ട് അവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് നടന്നു പോകുവാനായി ഒരുങ്ങിയതും പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു. അത് കണ്ട് നമ്പി ഞെട്ടിപ്പോവുകയാണ്. ആയിഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. എന്തെന്നാൽ ആയിഷ കത്തിച്ച മെഴുകുതിരിയിൽ പോയിസൺ ഉണ്ടായിരുന്നു. ആ മെഴുകുതിരി കത്തിയ പുക ശ്വസിച്ചത് കൊണ്ടാണ് ആയിഷ മരണപ്പെട്ടതും. അതോടുകൂടി നമ്പിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. അഴകൻ ഇങ്ങനെ കൊല ചെയ്യുന്നതിന് പിന്നില് എന്തായിരിക്കും കാരണമെന്ന് കണ്ടെത്താനാകാതെ നമ്പി വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. എന്നാൽ അതേ സമയം തന്നെ നമ്പിയുടെ കയ്യിൽ അഴകന്റെ ഒരു ബുക്ക് കിട്ടുന്നു. ആ ബുക്കിന്റെ പേര് ആര്യൻ എന്നായിരുന്നു. അതിലെ ഒരു പാർട്ട് നമ്പി വായിച്ചു നോക്കും. അതിനുശേഷം നമ്പി നേരെ പോകുന്നത് അഴകന്റെ മകനടുത്തേക്കാണ്. മകനോട് ഈ ബുക്കിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് മകൻ പറയുന്നത്, ഞാൻ അച്ഛന്റെ ബുക്കൊന്നും അങ്ങനെ വായിക്കാറില്ല. അച്ഛനാണെങ്കിൽ 6 മാസം നാട്ടിൽ കാണും, പിന്നീട് 6 മാസം എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാനതൊന്നും അന്വേഷിക്കാറേ ഇല്ല. പക്ഷേ അച്ഛനെ ഞാൻ TV-യിലൊക്കെ കണ്ട സമയത്ത് എനിക്ക് വല്ലാത്ത പേടിയായി. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിൽക്കാനേ തോന്നിയില്ല എന്നാണ് അഴകന്റെ മകൻ പറയുന്നതും. എന്നാൽ അതേ സമയം തന്നെ അഴകൻ കൊല്ലാൻ പോകുന്ന 5-മത്തെ ആളിന്റെ പേര് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്.
ആ ആൾ മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായ നമ്പിയാണ്. നമ്പിയുടെ പേര് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് ചെയ്തതും. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. എന്നാൽ നമ്പി പറയുന്നത്, ഈ കേസ് എന്തായാലും ഞാൻ ഡീല് ചെയ്തോളാം. എന്തായാലും ഇതിന് പിന്നിലുള്ളത് എന്താണെന്ന് കണ്ടെത്തേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. ഞാൻ എന്നെ നോക്കിക്കോളാമെന്നും നമ്പി പറയുന്നു. അങ്ങനെ നമ്പി തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ അഴകന്റെ ഈ ഒരു ഉദ്ദേശത്തിന് പിന്നിലുള്ള കാര്യം കണ്ടെത്തുവാനായി തീരുമാനിക്കുന്നു. അഴകൻ ഓരോ തവണയായിട്ടും റെക്കോർഡ് ചെയ്തു വെക്കുന്ന ആ ഒരു വീഡിയോസിലെ അതെല്ലാം എടുത്ത് നമ്പി പരിശോധിച്ചു നോക്കുന്നു. അപ്പോൾ ഓരോ വീഡിയോയിലും അഴകന്റെ അടുത്തായിട്ട് ഒരു ബുക്ക് ഇരിക്കുന്ന കാര്യം നമ്പി കാണുന്നുണ്ട്. അഴകൻ വീഡിയോ റെക്കോർഡ് ചെയ്തതെല്ലാം അഴകന്റെ വീട്ടിലിരുന്നിട്ടാണെന്നുള്ള കാര്യവും നമ്പിക്ക് മനസ്സിലായി. അങ്ങനെ നമ്പി ഉടനെ തന്നെ അഴകന്റെ വീട്ടിലേക്ക് എത്തും. അവിടെ മാകെ പരിശോധിക്കുന്ന സമയത്ത് അഴകന്റെ കൈവശമുണ്ടായിരുന്ന ആ ഒരു ബുക്ക് തന്നെ നമ്പിക്ക് കിട്ടുകയാണ്. അതിൽ ഇതുവരെ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയായിരുന്നു എഴുതി വെച്ചിരുന്നതും. മാത്രവുമല്ല, നമ്പി ഇരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ആ സ്ഥലത്തല്ലാതെ ആ വീട്ടിൽ തന്നെ ദുരൂഹത നിറഞ്ഞ വേറെ ഏതോ സ്ഥലമുണ്ടെന്നും നമ്പിക്ക് മനസ്സിലായി. അങ്ങനെ നമ്പി വീടിനുള്ളിൽ തന്നെയുള്ള ആ ഒരു സ്ഥലവും കണ്ടെത്തുകയാണ്. അവിടേക്ക് നമ്പി എത്തും. നമ്പി അകത്തേക്ക് കയറിയതും അവിടെയുള്ള വാതിലെല്ലാം ലോക്കാകുന്നു. മാത്രവുമല്ല, ഒരു വീഡിയോയും അവിടെ ഓണാവുകയാണ്. അത് അഴകന്റേതായിരുന്നു. നീ വരുമെന്നും നീ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നതെന്നുമെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നീ ഇവിടെ വരുമെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടിയിട്ടുള്ള പണിയെല്ലാം ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞതും ഉടനെ തന്നെ നമ്പി നിൽക്കുന്നതിന് ചുറ്റും ഒരു ഗ്ലാസ് പ്രത്യക്ഷപ്പെടുകയും അതിനുള്ളിലായിട്ട് വെള്ളം നിറയുകയും ചെയ്തു. നമ്പി ആ വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. നമ്പിയുടെ ടീമെല്ലാം അഴകന്റെ വീട് ലക്ഷ്യമാക്കി എത്തുന്നുണ്ട്. അതേസമയം തന്നെ വെള്ളത്തിൽ കിടന്ന് നമ്പിയുടെ ബോധം പോകാറായി. തന്റെ പോക്കറ്റിൽ കിടന്ന കാറിന്റെ ചാവിയെടുത്ത് എങ്ങനെയൊക്കെയോ ആ ഒരു കണ്ണാടി ബോക്സ് ബ്രേക്ക് ചെയ്യുകയാണ്. അതോടുകൂടി അവൻ രക്ഷപ്പെടുകയും ചെയ്യും. അതേസമയം തന്നെ പോലീസുകാരെല്ലാം ആ ഒരു രഹസ്യമുറി കണ്ടെത്തി അവിടേക്കും എത്തുന്നുണ്ട്. എന്നാൽ നമ്പി പറയുന്നത്, എന്നെ അല്ല അഴകൻ കൊല്ലാനായി ഉദ്ദേശിക്കുന്നത്, വേറെ ഏതോ നമ്പിയാണ്. ആ ആൾ ഈ പരിസരത്ത് എവിടെയോ തന്നെ ഉണ്ട് എന്നുള്ള കാര്യവും നമ്പി പറയുന്നു. അതേസമയം തന്നെയായിരുന്നു നമ്പി ബ്രേക്ക് ചെയ്തപ്പോൾ ഒരുപാട് വെള്ളമുണ്ടായിരുന്നില്ലേ, അതെല്ലാം ഒരു വശത്തു കൂടി ചരിഞ്ഞൊഴുകി പോകുന്നത് നമ്പി ശ്രദ്ധിക്കുന്നത്. ആ വെള്ളത്തിനെ ഫോളോ ചെയ്ത് നമ്പിയും കൂട്ടനും പോകും. അപ്പോൾ ആ റൂമിൽ തന്നെയുള്ള ഒരു ടണലിനുള്ളിലേക്കാണ് വെള്ളം പ്രവേശിക്കുന്നതും. അതിനുള്ളിൽ നോക്കുമ്പോൾ ഒരാളിരിക്കുന്നത് കാണുന്നു. അവരടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അതൊരു ട്രാൻസ്ജെൻഡർ ആണെന്നും അവർക്ക് മനസ്സിലാകുന്നത്. നളിനി എന്നാണ് പേര്. പക്ഷേ ഇവരുടെ പേര് മുൻപ് നമ്പി എന്നായിരുന്നു. നമ്പിയാണ് നളിനിയായി മാറിയതും. എങ്ങനെയോ 3 മിനിറ്റിന് മുൻപ് തന്നെ നളിനിയെ രക്ഷപ്പെടുത്തുകയാണ്. അതോടുകൂടി ഒരാളെങ്കിലും രക്ഷപ്പെടുത്താനായല്ലോ എന്ന സമാധാനമായിരുന്നു നമ്പിക്ക്. ഈ നളിനിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നളിനി ഒരു ട്രാൻസ്ജെൻഡർ ആയതോടുകൂടി നളിനി അവരുടെ വീട്ടുകാരെല്ലാം തന്നെ കളഞ്ഞു. അതോടുകൂടി ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു നളിനി നയിച്ചുകൊണ്ടിരുന്നതും. മാത്രവുമല്ല, അവരുടെ വിഭാഗക്കാർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി. പക്ഷെ ആരും തന്നെ അവർ പരിഗണിച്ചിട്ടുമില്ല എന്നുള്ളതാണ് സത്യവും. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയാണ്. അതേ സമയമായിരുന്നു ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോ അവിടെ ഓണാകുന്നതും. അത് അഴകന്റേതായിരുന്നു. എന്തുകൊണ്ടാണ് താൻ ഇത്രയും പേരെ കൊല്ലാനുണ്ടായ കാരണമെന്നാണ് അഴകൻ തുറന്നു പറയുന്നതും. എന്തെന്നാൽ ഈ മരണപ്പെട്ട ഇത്രയും പേരും സമൂഹത്തിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇവരുടെ വീട്ടുകാരെല്ലാവരും ഇവരെ ഒരു കണക്കിന് നോക്കിയാൽ തഴഞ്ഞതായിരുന്നു. ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഇവർ. മാത്രവുമല്ല, ഇവർ സമൂഹത്തിനു വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ആരും തന്നെ അവരെ അംഗീകരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. 6 മാസമായിട്ട് ഞാൻ ഇവരെ ഫോളോ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ 6 മാസം കൊണ്ടൊരു കാര്യം മനസ്സിലായി, ഇവർ ജീവിക്കുവാനായിട്ട് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെ കൊന്നുകളഞ്ഞതും. രാഷ്ട്രീയക്കാര്, സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ആൾക്കാര്, ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലിടുന്നവര്, ഡ്രസ്സൊക്കെ അഴിച്ച് എന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്കൊക്കെ നല്ല ലൈക്ക് കൊടുക്കുന്നു, അവരെയൊക്കെ ഒരുപാട് പൊക്കി പൊക്കി പറയുന്നു, അവരെയാണെങ്കിൽ സമൂഹം കൊണ്ടാടുന്നു. പക്ഷേ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവരെയൊന്നും ആരും അറിയുന്നതേയില്ല. അവരെ ഒന്ന് അംഗീകരിക്കുന്നില്ല. അവരെ ആരും തന്നെ ആഘോഷമാക്കുന്നതേയില്ല. അങ്ങനെയുള്ള ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് സമൂഹത്തിൽ ജീവിക്കുന്നതും. അങ്ങനെയുള്ള ഇവർ എന്തിനു ജീവിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ജീവിതം മടുത്ത് മരിക്കാൻ ആഗ്രഹിച്ച ഇവരെ ഞാൻ തന്നെ കൊന്നുകളഞ്ഞത് എന്നുള്ള കാര്യമാണ് അഴകൻ പറഞ്ഞതും. കേസെല്ലാം വളരെ മനോഹരമായിട്ട് നമ്പി തെളിയിച്ചിരിക്കുന്നു. നമ്പി പ്രസ് മീറ്റിംഗിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അഴകൻ കൊല ചെയ്യാനുള്ള കാരണം എന്തെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അഴകന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അയാൾക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ അഴകൻ പറയുന്നൊരു കാര്യം ശരിയാണ്. കാര്യം, സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താലും ആരും തന്നെ അവരെ അംഗീകരിച്ചിട്ടില്ല. മരിച്ചു കഴിഞ്ഞാലെങ്കിലും അവരെ അംഗീകരിക്കുമല്ലോ എന്ന് കരുതിയാണ്
അഴകൻ ഇങ്ങനെ ചെയ്തത്. അഴകന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അത് ശരിയാണ്. പക്ഷേ നിയമത്തിന് മുന്നിൽ അത് തെറ്റാണ്. നമ്മുടെ സമൂഹത്തില് നല്ലത് ചെയ്യുന്ന ആളുകളെ നമ്മൾ അംഗീകരിക്കണം എന്നുള്ള കാര്യം നമ്പി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്നാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചുരുളഴിയുകയാണ്. നമ്പി കൊടൈക്കനാലിലായിരുന്ന സമയത്ത് ഒരു സൈക്കോ കില്ലറിന്റെ കേസ് തെളിയിച്ചിരുന്നല്ലോ. ആ സമയം മുതൽ യഥാർത്ഥത്തിൽ അഴകൻ നമ്പിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്പി കേസ് തെളിയിക്കുന്ന വിധവും എല്ലാം രസിച്ച് രസിച്ചാണ് അഴകൻ ഫോളോ ചെയ്തിരുന്നതും. അതുകൊണ്ട് തന്നെ അഴകൻ എഴുതിയ ആ ഒരു ബുക്കുണ്ട്, ആര്യൻ. അഴകൻ എഴുതിയ ആ ഒരു ബുക്കിലെ നായകൻ തന്നെ നമ്പിയാണ്. നമ്പിയെ ഫോളോ ചെയ്താണ് ആ ഒരു ബുക്ക് തന്നെ എഴുതിയതും. അതിനുശേഷമാണ് അഴകൻ ഇത്രയും കൊല ചെയ്തത്. ഒരു നാൾ നമ്പി എല്ലാവർക്കും മുന്നിൽ ഹീറോയാകും എന്നുള്ള കാര്യം തന്നെ അഴകൻ അറിയാമായിരുന്നു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.